ഹിമാലയ പർവ്വതത്തിലെ കഠിനമായ സാഹചര്യങ്ങളോട് പടപൊരുതി ജീവിതം കെട്ടിപ്പടുത്ത ജനസമൂഹം ജീവിക്കുന്ന നാട്. ടിബറ്റൻ പീഠഭൂമിയിലെ അന്തരീക്ഷ ഘടന അന്യദേശക്കാരുടെ ശരീരപ്രകൃതിക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് പുറംനാടുകളിൽ നിന്നെത്തുന്ന ഒരാൾക്ക് അക്ലമൈറ്റേഷനിലൂടെ മാത്രമേ ഈ നാടുമായി ഒന്ന് പൊരുത്തപ്പെടാൻ കഴിയൂ. ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയും വിധമാണ് സവിശേഷമായ ടിബറ്റൻ സംസ്കാരം വികസിച്ചു വന്നിട്ടുള്ളത്. ഭക്ഷണത്തിലും വസ്ത്രത്തിലും നിർമ്മാണങ്ങളിലും എന്ന് വേണ്ട എന്തിലും കാണാം മറ്റെങ്ങുമില്ലാത്ത ചില പ്രത്യേകതകൾ. സംഘർഷവും അനിശ്ചിതാവസ്ഥകളും നിറഞ്ഞ ഒരു രാഷ്ട്രീയ ചരിത്രവുമുണ്ട് ഈ ദേശത്തിന്. ടിബറ്റിന്റെ സംസ്കാരം അടുത്തറിയാൻ തലസ്ഥാനമായ ലാസയിലേക്കാണ് സിറ്റി ടൂറിലൂടെ ഇന്ന് നാം കടന്നു ചെല്ലുന്നത്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ലാസ നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ലാസ നദി, തുടർന്ന് ജോഖാങ് ടെമ്പിൾ, പിന്നെ ചോങ് സായ് കാങ്, അടുത്തത് ബീജിംഗ് ഈസ്റ്റ് റോഡ്, തുടർന്ന് രാമോജെ ടെമ്പിൾ, പിന്നെ ബാർഖോർ സ്ട്രീറ്റ്. അവിടെ നിന്നും പൊട്ടാല പാലസ് ആണ്. അടുത്തത് ടിബറ്റ് മ്യൂസിയം, തുടർന്ന് നോർബുലിംഗ, അവസാനമായി ടിയാൻഹായ് മാർക്കറ്റും. ലാസ നഗരത്തിന്റെ ജീവനാഡിയായ ലാസ നദിയിൽ നിന്നും നമുക്ക് യാത്ര ആരംഭിക്കാം. മറ്റെല്ലാ ഹിമാലയൻ നദികളെ പോലെയും പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന ലാസ മനോഹരമായ കാഴ്ചയാണ്. പർവ്വതവും താഴ്വരയും നദിയും കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എത്ര കണ്ടാലും മതിയാവില്ല. പ്രഭാതത്തിലും സായാഹ്നത്തിലും ഈ അനുഭവം കൂടുതൽ ആസ്വാദ്യകരമാവുകയും ചെയ്യും. നദിയുടെ തീരത്ത് പലയിടങ്ങളിലായി പാർക്കുകളും പ്രൊമനേഡുകളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. പ്രൊമനേഡിലൂടെയുള്ള നടത്തം നദിയുടെ വിവിധ ആംഗിളിൽ നിന്നുള്ള കാഴ്ച സാധ്യമാക്കും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഗംഭീരമായ ഫ്രെയിമുകളാണ് നദിയും പശ്ചാത്തലവും സമ്മാനിക്കുന്നത്. കയാക്കിംഗ്, റാഫ്റ്റിംഗ് തുടങ്ങി അഡ്വഞ്ചർ ആക്ടിവിറ്റികളും നദിയിൽ ആസ്വദിക്കാനാകും. ഇനി ടിബറ്റുകാരുടെ ആചാരരീതികളും ടെമ്പിൾ ആർക്കിടെക്ചറും കാണാൻ ഒരു ക്ഷേത്രം സന്ദർശിക്കാം. ജോഖാങ് ടെമ്പിൾ ടിബറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണിത്. എന്നാൽ പൊട്ടാല കൊട്ടാരം പോലെ തന്നെ ഈ ക്ഷേത്രവും ചൈനീസ് ആർമിയുടെ ശക്തമായ സുരക്ഷാ വലയത്തിലാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തടയുക തന്നെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ വിദേശികളായ സന്ദർശകർ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട്. ക്യാമറ പോലെയുള്ള ഒരു ഉപകരണവും ഉള്ളിൽ അനുവദിക്കില്ല. നിയമം തെറ്റിച്ചാൽ കടുത്ത നടപടികളാകും ഉണ്ടാവുക. ടിബറ്റൻ ആർക്കിടെക്ചറിന്റെ സൗന്ദര്യം തന്നെയാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ സവിശേഷത. ക്ഷേത്രത്തിന് മുന്നിലുള്ള ബാർഖോർ സ്ക്വയറിനും വിശ്വാസികൾക്കിടയിൽ ഉയർന്ന പ്രാധാന്യമുണ്ട്. സാഷ്ടാംഗ പ്രണാമമടക്കമുള്ള പ്രാർത്ഥനാ രീതികൾ അനുവർത്തിച്ചുകൊണ്ട് ആരാധന നടത്തുന്ന ധാരാളം വിശ്വാസികളെ സ്ക്വയറിൽ കാണാം. പുകവമിക്കുന്ന ബർണറുകൾ ഈ ഭാഗങ്ങളിലെ ഒരു വേറിട്ട കാഴ്ചയാണ്. ഭക്തർ നിക്ഷേപിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഈ നെരുപ്പോടുകളിൽ എരിഞ്ഞ് അന്തരീക്ഷത്തിൽ സുഗന്ധം നിറയ്ക്കുന്നു. ആത്മീയതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഈ ഗന്ധത്തിന് വലിയ പങ്കുണ്ടെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് ലാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു മാർക്കറ്റ് സന്ദർശനം.
ചന്തയുടെ പേര് ചോങ് സായ് കാങ്. ഭക്ഷണാവശ്യങ്ങൾക്ക് വേണ്ട പഴം, പച്ചക്കറി, മാംസം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. കൂടുതലും പച്ചക്കറികൾ. ലാസയ്ക്ക് സമീപത്തുള്ള ഗ്രാമങ്ങളിൽ വിളയുന്നതാണ് ഇവയെല്ലാം. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുമായി കർഷകർ മാർക്കറ്റിലെത്തി വിൽപ്പന നടത്തുന്നു. ടിബറ്റൻ ഭക്ഷണത്തിന്റെ ഭാഗമായ മിക്ക ഘടകങ്ങളും ഇവിടെയുണ്ട്. ഫ്രഷായി ലഭിക്കുകയും ചെയ്യും. വേറിട്ട പാചക രീതികൾ നിലനിൽക്കുന്ന നാടായതിനാൽ ഉപയോഗിക്കുന്ന കൂട്ടുകളിലും കാണാം ആ വ്യത്യസ്തത. പലതരം വീട്ടുപകരണങ്ങളാണ് മാർക്കറ്റിലെ മറ്റൊരു വിൽപ്പന വസ്തു. അതും സ്വയം നിർമ്മിച്ചു വിൽക്കുന്നത്. ചെറിയ സ്റ്റാളുകളിലും വഴിയോരത്തും ഉന്തുവണ്ടിയിലുമൊക്കെ ഉൽപ്പന്നങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാത്തതിനാൽ ലാസയിലെത്തുന്ന സഞ്ചാരികളെ ചോങ് സായ് കാങ് മാർക്കറ്റിൽ കണ്ടെന്നു വരില്ല. ഇനി നമുക്ക് ആധുനിക ലാസയുടെ മുഖമായ ബീജിംഗ് ഈസ്റ്റ് എന്ന സ്ട്രീറ്റിലൂടെ അല്പദൂരം നടക്കാം. ചൈനീസ് ആധിപത്യത്തിന്റെ പ്രതീകമായി കണക്കാക്കാവുന്ന മറ്റൊരിടം. ബീജിംഗിലേക്കുള്ള എക്സ്പ്രസ് വേയുടെ ഭാഗമാണ് ഈ റോഡ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമില്ലെങ്കിലും പ്രാദേശിക ജീവിതം കാണാനും അറിയാനും ഇവിടം അനുയോജ്യമാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് പാതയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളാണ് ഭൂരിഭാഗവും. സായാഹ്നങ്ങളിലാണ് സ്ട്രീറ്റിൽ കൂടുതൽ ആളുകൾ എത്തുക. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെ പാത കൂടുതൽ മനോഹരമാവുകയും ചെയ്യും. ഈ പാതയിലൂടെ രാത്രിയിലുള്ളൊരു നടത്തം രസകരമായ അനുഭവമായിരിക്കും. ലാസയിലെ നഗരവാസികളിൽ ഒരാളായി നിങ്ങൾക്ക് മാറാം. ലാസയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. റാമോചെ ടെമ്പിൾ. ജോഖാങ്ങിന്റെ പ്രസിദ്ധിയിലും പ്രഭാവത്തിലും പലപ്പോഴും ഈ ക്ഷേത്രം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. അതിനാൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണവും കുറവാണ്. പ്രൗഢിയിൽ ജോഖാങ്ങിനൊപ്പം എത്തില്ലെങ്കിലും ഈ ക്ഷേത്രവും ഒരു മനോഹര നിർമ്മിതിയാണ്. ജോഖാങ്ങിന്റെ ഡിസൈനിൽ ഇന്ത്യൻ ശൈലിയുടെ സ്വാധീനമാണ് കാണുന്നതെങ്കിൽ ഇവിടെ അത് ചൈനയുടേതാണ്. ക്ഷേത്രം പണികഴിപ്പിച്ച സോങ്സെൻ ഗാംബോ ചക്രവർത്തിയുടെ ചൈനീസ് വംശജയായ ഭാര്യ വെങ്ചൻ രാജകുമാരിയുടെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചതിനാലാണ് അത്. വെങ്ചൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ബുദ്ധവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നതും. വലിയ ചുവർചിത്രങ്ങളാണ് ക്ഷേത്രത്തിന് ഉൾവശത്തെ പ്രധാന കാഴ്ച. ബുദ്ധന്റെയും മതത്തിന്റെയും ചരിത്രം പ്രമേയമാക്കിയിട്ടുള്ള ചിത്രങ്ങൾ. ചൈനീസ് അധിനിവേശ കാലത്ത് ഇവിടെ നിന്ന് പ്രധാന വിഗ്രഹം ജോഖാങ്ങിലേക്ക് മാറ്റിയതിനാൽ ഒരു ചെറിയ ബുദ്ധവിഗ്രഹമാണ് ഇപ്പോഴുള്ളത്. ആദ്യ വിഗ്രഹം ജോഖാങ്ങിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അധിനിവേശ കാലത്ത് ചൈനീസ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ക്ഷേത്രത്തിന് സംഭവിച്ചിരുന്നു. ഇന്നും ശക്തമായ സൈനിക നിയന്ത്രണത്തിൽ തന്നെയാണ് ക്ഷേത്രം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി ജോഖാങ് ടെമ്പിളിന് ചുറ്റുമുള്ള ബാർഖോർ സ്ട്രീറ്റിലൂടെ ഒരു നടത്തമാവാം. ക്ഷേത്രം നിർമ്മിച്ച കാലത്ത് ഇതൊരു പ്രദക്ഷിണ വഴിയായിരുന്നു. വിശ്വാസികൾ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടും ക്ഷേത്രത്തെ വലം വെച്ചിരുന്ന പാത. പിന്നീട് ഒരു കച്ചവട കേന്ദ്രം കൂടിയായി പാത മാറി. ഇന്ന് ലാസയുടെ ചരിത്രം കാഴ്ചവെക്കുന്ന ഹെറിറ്റേജ് സൈറ്റാണ് ബാർഖോർ സ്ട്രീറ്റ്.
അതോടൊപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രവും. നൂറ്റാണ്ടുകൾ മുമ്പുള്ള ലാസ നഗരത്തിന്റെ രൂപം ബാർഖോർ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കാണാം. പരമ്പരാഗത ഡിസൈനിൽ പണികഴിപ്പിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, കല്ലുവിരിച്ച പാത എന്നിവയൊക്കെ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളായി മാറുന്നു. ടിബറ്റൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട സുവനീറുകളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ധാരാളം ഷോപ്പുകൾ സ്ട്രീറ്റിലുണ്ട്. ചരിത്രപരമായി പ്രാധാന്യമുള്ള നിരവധി സ്ഥാപനങ്ങളും പാതയുടെ വശങ്ങളിലുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ടെങ്കിലും വിശ്വാസപരമായ പ്രാധാന്യം ബാർഖോർ സ്ട്രീറ്റിന് നഷ്ടമായിട്ടില്ല. തീർത്ഥാടകർ ഇന്നും ഈ പാതയിലൂടെ ക്ഷേത്രത്തെ വലം വയ്ക്കുന്നു. ഘടികാരദിശയിലാണ് പ്രദക്ഷിണം. തിരക്കിനിടയിലും പ്രാർത്ഥിച്ചും പ്രണമിച്ചും ഏകാഗ്രതയോടെ നീങ്ങുന്ന വിശ്വാസികൾ ടിബറ്റുകാരുടെ ഉറച്ച മതചര്യകളുടെ പ്രതീകം കൂടിയാണ്. നിഷ്ഠകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ബുദ്ധമതം പിന്തുടരുന്നവരാണ് ടിബറ്റൻ ജനത. ഇവർക്കിടയിൽ വിശ്വാസവും ജീവിതവും ഇഴപിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ടിബറ്റുകാരെ സംബന്ധിച്ചിടത്തോളം പരമോന്നത മതനേതാവായ ദലൈലാമയ്ക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇനി ദലൈലാമയുടെ ആസ്ഥാനമായിരുന്ന പൊട്ടാല പാലസിലേക്ക് പോകാം. ചൈനയുടെ അധിനിവേശത്തെ തുടർന്ന് 1959 ദലൈലാമ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് ചൈനയുടെ ശക്തമായ നിയന്ത്രണത്തിലുള്ള ഒരു മ്യൂസിയമാണ് പൊട്ടാല പാലസ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സംഭവിക്കാതിരിക്കാൻ ചൈന സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഇടം. ദലൈലാമയുടെ പലായനത്തിനു ശേഷം ആരാധന നടത്താനല്ലാതെ സന്യാസിമാരുടെ സ്ഥിരം സാന്നിധ്യം ഒരിക്കലും കൊട്ടാരത്തിൽ അനുവദിച്ചിട്ടില്ല. എങ്കിലും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്ക് തീർത്ഥാടനത്തിനായി കൊട്ടാരത്തിലേക്ക് എത്താനാകും. ഇന്ന് ലാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും ശ്രദ്ധാകേന്ദ്രവും പൊട്ടാല പാലസ് തന്നെയാണ്. സുരക്ഷാ കാരണങ്ങളാൽ 2000-ഓളം സന്ദർശകരെ മാത്രമേ ഒരു ദിവസം കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കൂ. അതിൽ 10% മാത്രമായിരിക്കും വിദേശികൾ. ഗവൺമെന്റ് അനുവദിക്കുന്ന ഗൈഡുകൾ മുഖേന വിദേശികൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണം. 16ഉം 17 നൂറ്റാണ്ടുകളിലായി നിർമ്മിച്ച മന്ദിരങ്ങളെല്ലാം ചൈനീസ് ഗവൺമെന്റ് ശ്രദ്ധയോടെ പരിപാലിക്കുന്നുണ്ട്. ഇന്നും മാനസികമായി ചൈനയോട് അകന്നു നിൽക്കുന്ന ടിബറ്റൻ ജനതയെ അനുനയിപ്പിക്കാൻ ചൈന നടത്തുന്ന ശ്രമങ്ങളായി ഇതിനെ കാണാം. എന്നാൽ കൊട്ടാരത്തിന് മുന്നിലെ പൊട്ടാല സ്ക്വയർ ഇപ്പോൾ ചൈനീസ് ആധിപത്യത്തിന്റെ പ്രതീകമാണ്. ടിബറ്റൻ ശൈലികളിൽ നിന്നും മാറി പരമ്പരാഗത ചൈനീസ് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗാർഡനാണ് സ്ക്വയറിലുള്ളത്. ഉദ്യാനത്തിൽ നിൽക്കുമ്പോൾ പാലസിന്റെ അതിഗംഭീരമായ ദൃശ്യങ്ങൾ കാണാനാകും. ടിബറ്റൻ ആർക്കിടെക്ചറിന്റെ പ്രൗഢിയും മനോഹാരിതയും പ്രകടമാകുന്ന കാഴ്ച. വൈറ്റ് പാലസ്, റെഡ് പാലസ് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട് കൊട്ടാരത്തിന്. ഇതിൽ ചിലയിടങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശിക്കാനാവില്ല. മറ്റിടങ്ങളിൽ ക്യാമറ ഉപയോഗിക്കുന്നതിനടക്കം കർശനമായ വിലക്കുകളുമുണ്ട്. വൈറ്റ് പാലസ് ആയിരുന്നു ദലൈലാമയുടെ ഭരണകേന്ദ്രം. ഭരണാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഈസ്റ്റ് സൺഷൈൻ ഹാൾ അടക്കമുള്ള മുറികൾ കൊട്ടാരത്തിൽ കാണേണ്ട കാഴ്ചയാണ്. ടിബറ്റൻ ശൈലിയുടെ മനോഹാരിത തുളുമ്പുന്ന അലങ്കാരങ്ങൾ കണ്ണിനൊരു വിരുന്നായിരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർ ചിത്രങ്ങൾ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുകയാണ് കൊട്ടാരം മുഴുവനും. ടിബറ്റിന്റെ ചരിത്രം, ബുദ്ധമത ചരിത്രം എന്നിവയൊക്കെ മ്യൂറലുകളിൽ കാണാം. കൊട്ടാരത്തിലെ ആത്മീയ കേന്ദ്രം റെഡ് പാലസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ്. രാത്രിയിൽ പൊട്ടാല പാലസിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച സാധ്യമാകും. മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത കൊട്ടാരത്തിന്റെ ദൃശ്യം ഒരു അത്ഭുതം തന്നെയാണെന്ന് നിസ്സംശയം പറയാം.
ചാക്പോരി എന്ന വ്യൂ പോയിന്റും കൂടി പാലസിന്റെ സന്ദർശന പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൊട്ടാരത്തിന്റെ രൂപം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന ഡെസ്റ്റിനേഷനാണിത്. ഹിമാലയത്തിന് നടുവിൽ ഒറ്റപ്പെട്ട് വികസിച്ചു വന്നതിനാൽ നരവംശാസ്ത്രപരമായും രാഷ്ട്രീയമായും വളരെ വേറിട്ട ചരിത്രമാണ് ടിബറ്റിനുള്ളത്. ഈ ഭൂതകാലം വിശദമായി അവതരിപ്പിക്കുന്ന ഒരു പ്രദർശനമാണ് ഇനി നമുക്ക് കാണേണ്ടത്. ടിബറ്റ് മ്യൂസിയം. ടിബറ്റൻ ആർക്കിടെക്ചറിലുള്ള മ്യൂസിയം മന്ദിരം തന്നെ ഒരു കാഴ്ചയാണ്. പരമ്പരാഗത ഡിസൈനിൽ ആധുനിക കാല സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നിർമ്മിച്ചിട്ടുള്ളതിനാൽ കെട്ടിടത്തിൽ പഴയ നിർമ്മിതികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പൂർണ്ണത കാണാനാകും. 50,000 വർഷം മുമ്പ് വരെയുള്ള പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മ്യൂസിയത്തിലെ ചരിത്ര വിഭാഗത്തിന്റെ തുടക്കം. നിയോലിഥിക് കാലത്തെ ആയുധങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവയൊക്കെ ഇവിടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. രാഷ്ട്രീയ ചരിത്ര വിഭാഗത്തിൽ ടിബറ്റ് രാജ്യമായി രൂപം കൊണ്ടതടക്കമുള്ള സംഭവഗതികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രാജഭരണം, ലാമയുടെ ഭരണം എന്നിവയെല്ലാം ഇവിടെ പരാമർശ വിഷയങ്ങളാണ്. കലാ സാംസ്കാരിക വിഭാഗത്തിൽ ടിബറ്റിലെ കല, ശാസ്ത്രം, വാസ്തുവിദ്യ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം കൃഷി, ദൈനംദിന ജീവിതം തുടങ്ങിയ മേഖലകളെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദലൈലാമമാരുടെ വേനൽക്കാല വസതിയായിരുന്ന ഗാർഡൻ കാണാൻ പോകാം. നോർബുലിംഗ. 18ാം നൂറ്റാണ്ടിലാണ് ഇത്തരമൊരു സംവിധാനം ആദ്യം ഒരുക്കിയത്. പിന്നീട് ഓരോ ലാമമാർ വന്നപ്പോഴും നവീകരിക്കുകയും വിപുലമാക്കുകയും ചെയ്ത് ബൃഹത് കോംപ്ലക്സ് ആയി മാറുകയായിരുന്നു. 89 ഏക്കറുണ്ട് ഇപ്പോൾ വിസ്തൃതി. ടിബറ്റൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള മന്ദിരങ്ങൾ, വിശാലമായ ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ എന്നിവയൊക്കെ ഇവിടെ കാഴ്ചയാകുന്നു. ടിബറ്റ് മേഖലയിലെ ഏറ്റവും വലിയ ഗാർഡനാണ് നോർബുലിംഗയിലേത്. ടിബറ്റിന്റെ ജൈവ വൈവിധ്യം എത്ര വിപുലമാണെന്ന് ഈ ഉദ്യാനം കാണുമ്പോൾ മനസ്സിലാകും. ടിബറ്റൻ കലാപാരമ്പര്യത്തിനും ഗാർഡൻ നിർമ്മാണത്തിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. പരമ്പരാഗത ശൈലിയിലുള്ള ശില്പങ്ങൾ, ഇൻസ്റ്റലേഷനുകൾ എന്നിവയൊക്കെ മോടി കൂട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നു. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്താണ് ഇവയുടെ ക്രമീകരണവും. മരങ്ങൾ, പൂന്തോപ്പുകൾ, പുൽത്തകിടികൾ, പവലിയനുകൾ, കുളങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. പല കാലങ്ങളിലായി ഓരോ ലാമമാർ നിർമ്മിച്ച നിരവധി വസതികൾ ഉദ്യാനത്തിലുണ്ട്. ടിബറ്റൻ ആർക്കിടെക്ചറിൽ നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങൾ നൽകി നിർമ്മിച്ചിട്ടുള്ള പാലസുകൾ ഇന്ന് മ്യൂസിയങ്ങളാണ്. ലാസയിൽ സാംസ്കാരിക പരിപാടികൾ പതിവായി സംഘടിപ്പിക്കുന്ന വേദി കൂടിയാണ് നോർബുലിംഗ. ടിബറ്റുകാരെ സാംസ്കാരികമായി പരിവർത്തനം ചെയ്യാനുള്ള ചൈനയുടെ ശ്രമം ഇപ്പോൾ ലാസയിലെങ്ങും പ്രകടമായി കാണാനാകും. വികസനം നടപ്പിലാക്കി ജനങ്ങളെ ആകർഷിക്കുക എന്നതാണ് അതിൽ പ്രധാനം. ചൈനീസ് പദ്ധതികളുടെ ഭാഗമായി നവീകരിച്ച ഒരു മാർക്കറ്റാണ് നാം ലാസ ടൂറിൽ അവസാനമായി കാണുന്നത്. ടിയാൻഹായ് മാർക്കറ്റ്. ഇതൊരു ആധുനിക മാർക്കറ്റാണെന്ന് ആദ്യ കാഴ്ചയിൽ മനസ്സിലാകും. മേൽക്കൂരയോടുകൂടിയ വലിയ ഹാളിൽ ഒരുക്കിയിട്ടുള്ള ചന്ത. ചൈനയുടെ കടന്നുവരവിന് ശേഷമുണ്ടായ മാറ്റങ്ങളാണിതൊക്കെ. ചൈനയുടെ പദ്ധതികൾ ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് നിരത്തിയിട്ടുള്ള ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊന്നും ടിബറ്റൻ പാരമ്പര്യവുമായി ചേർന്നു പോകുന്നതല്ല. പിന്നെയുള്ളത് റെസ്റ്റോറന്റുകളാണ്. പരമ്പരാഗത വിഭവങ്ങളും മറുനാടൻ വിഭവങ്ങളും ലഭിക്കുന്ന ഭക്ഷണശാലകൾ. നമുക്ക് കേട്ടുകേൾവി മാത്രമുള്ള വിചിത്രമായ പല ടിബറ്റൻ വിഭവങ്ങളും ഇവിടെ നിന്നും കഴിക്കാനാകും.
ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിലൂടെയുള്ള ഒരു യാത്രയാണ് നാം പൂർത്തിയാക്കിയത്. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും സമാനതകളില്ലാത്ത നാടാണിത്. അതുകൊണ്ട് തന്നെ ലാസ സന്ദർശിക്കുന്ന ഒരു സഞ്ചാരിയെ കാത്തിരിക്കുന്നത് ഒട്ടും പരിചിതമല്ലാത്ത കാഴ്ചകളും അനുഭവങ്ങളുമായിരിക്കും. കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ടിബറ്റിലെ ജനത കണ്ടെത്തിയ വഴികൾ തികച്ചും വ്യത്യസ്തമായൊരു സംസ്കാരം ഇവിടെ രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. സവിശേഷമായ വാസ്തുവിദ്യയും വർണ്ണാഭമായ അലങ്കാരങ്ങളും ബുദ്ധമതത്തിന്റെ തീവ്രമായ സ്വാധീനവുമെല്ലാം ചേർന്ന് ഈ നാട് മറക്കാനാവാത്ത ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്.